5 വർഷത്തെ കാത്തിരിപ്പിന് വേണ്ടി നമ്മളിതാ പോവുകയാണ് ആയിരവല്ലിക്കാവിൻ്റെ മണ്ണിൽ. ഹായ് ഗൈസ്, നമ്മൾ കുതിര കാണാൻ പോവുകയാണ്. ഫാമിലി ഉണ്ട്, ഫാമിലിനെ ഞാൻ മോളിയാക്കിയിട്ട് ഞാനും കുതിരയുടെ അടുത്തോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇനി കുതിരയുടെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ എത്തിയിരിക്കുകയാണ്. കുതിരയുടെ ആവേശം എങ്ങനെയാണ്? കുതിര നമ്മളെ കരിമ്പാലക്കാരുടെ ഒരു ആവേശമാണ്, അടിപൊളിയാണ്. ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇവിടെ ഈ കുതിരയെടുപ്പ് നടക്കുന്നത്. എല്ലാവരും നല്ല ആവേശത്തിലാണ്. കുതിരയുടെ നമ്മള് മറിക്കൂല, നമ്മളങ്ങ് കൊണ്ടെത്തിക്കും. ഓക്കെ. അങ്ങനെ പോറ്റി വന്ന് വിളക്കൊക്കെ കത്തിച്ചിരിക്കുകയാണ്. നമ്മൾ കുതിരയെടുക്കുന്നതിന്റെ കാത്തിരിപ്പാട് അതിന്റെ ആവേശത്തിലാണ് നമ്മള്. ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല. എല്ലാരും അതിൻ്റെ ആയിട്ടുള്ള ത്രില്ല് നിൽക്കുകയാണ്. നമുക്ക് കുതിര എടുക്കണം. നമുക്ക് പൊളിക്കണ്ടേ? പിന്നെ ഇപ്പൊ പൊളിച്ചെന്ന് വെച്ചാൽ അടിച്ച് പൊളിക്കണം, എത്തിക്കണം. കുതിര എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. മാമാക്ക് കുതിര എടുത്തോണ്ട് പോട്ടെ, അടിച്ച് പൊളിക്കണ്ടേ? 5 വർഷത്തിന് ശേഷമുള്ള കുതിര അല്ലേ? ഓക്കെ. അങ്ങനെ കുതിര കാണാൻ വേണ്ടി കണ്ണപ്പണനും കൊച്ചും മറ്റേ ചേട്ടനും കൊച്ചും ഉണ്ട്. പറഞ്ഞെടുപ്പിക്കുകയാണ്. കുതിരയുടെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ്. കുതിര എടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി അക്കരക്കാരോടെ വരാണ്ട്. അങ്ങനെ അക്കരക്കാരും എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുതിരയുടെ എടുക്കാനുള്ള ആവേശമാണ്. ഇപ്പൊ പടക്കം പൊട്ടിക്കും, അപ്പോഴേ നമ്മൾ കുതിരയത്ത എടുക്കുകയാണ്. ദിനേശനും വന്നിരിക്കുകയാണ് സ്റ്റാൻഡിൽ നിന്ന്. ദിനേശനും സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും ഉണ്ട്. കുതിര എടുത്തുകൊണ്ട് ഇതാ പോവുകയാണ്. ആവേശകരമായിട്ടാണ് കുതിര എടുത്തുകൊണ്ട് പോകുന്നത്. 2 കരക്കാരും അടിപൊളിയായിട്ടാണ് കുതിര എടുക്കുന്നത്. 4 കരക്കാരുണ്ട്, സോറി 2 കരയല്ല. അപ്പുറം ഇപ്പുറം KVT ടീമും അക്കര ടീമും പ്ലാമൂട് ടീമും മൂലക്കട ടീമും എല്ലാവരും ഉണ്ട്. കിടിലമായിട്ടുള്ള കുതിരയെടുപ്പാണ്. തോളി ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു കാഴ്ച തന്നെ കാണാൻ എന്ത് രസമാണ് ഗൈസ്. സത്യം പറയാലോ, ഒരു വല്ലാത്തൊരു ആവശ്യമാണ്. 5 വർഷത്തെ ശേഷമാണ് നമ്മൾ കാവിലെ കുതിര ഇങ്ങനെ കാണുന്നത്. 5 വർഷത്തെ കാത്തിരിപ്പാണ് നമ്മളുടെ ഈ കുതിരയെടുപ്പ് എന്ന് പറയുകയാണെങ്കിൽ. ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഈ ചെളിയാണ്, ഫുള്ള് ചെളിയാണ്. ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഫുള്ള് ഈ ചെളി കൂടെ ഈ കുതിര അമ്പലത്തിൽ എത്തിക്കണമെങ്കിൽ അതൊരു വേറെ ലെവലിൽ കാഴ്ച തന്നെയാണ്. കുതിര ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതിഭയങ്കരമായിട്ട് ആ കുതിര മുന്നോട്ട് പോവുകയാണ്. ഒരു രക്ഷയില്ല. കുതിര എടുപ്പെന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേസ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കണ്ടും അനുഭവിച്ചും തന്നെ അതിൻ്റെ ഒരു കാഴ്ച നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിഗംഭീരമായ കുതിരയെടുപ്പായിരുന്നു. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അതിഗംഭീരമായാണ്ട് KVT എല്ലാവരും ഉണ്ട്, എല്ലാ കരയിലക്കാരും ഉണ്ട്. ഗംഭീരമായ കുതിരയെടുപ്പായിരുന്നു. ബിജുവണ്ണനൊക്കെ കുതിരയെടുക്കുകയാണ്. ബിജുവേട്ടനെ എന്നെ പറഞ്ഞു വിട്ട് ഉദയണ്ണനും എല്ലാവരും ഉണ്ട്. ഇക്കുറു എല്ലാ ടീംസും ഉണ്ട്. അതിഗംഭീരമായ വിശാലമായ കിട്ടിലൻ ടീമുണ്ട്. ഇത് അക്കരക്കാരാണ്. അക്കരക്കരയിൽ എല്ലാവരും ഉണ്ട്. അരുണുണ്ട്, എല്ലാവരും ഉണ്ട്. നീച്ചുണ്ട്, എല്ലാ ടീംസും ഉണ്ട്. അതിഗംഭീരമായ അടിപൊളി സൂപ്പർ. രാജിപ്പിളൊക്കെ എടുത്ത് തകർക്കുകയാണ്. വിമലി എല്ലാവരും റിച്ച് വന്നത് ആരുടെ ഇടയിൽ നിൽക്കുകയാണ്. കുതിര എടുത്തുകൊണ്ട് അത് അക്കരയിലുള്ള നമ്മളെ എല്ലാവരും ഉണ്ട്. ആണ്ടതാ ഇവരൊക്കെ മുത്തുകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുതിര ഇതുവരെ ഇറങ്ങിയവനും ചെയ്തില്ല. എന്നാൽ മനുവണ്ണനും ഉണ്ട്. അടിപൊളിയായിട്ട് കുതിരയൊക്കെ എടുത്ത് കൺട്രോൾ ചെയ്ത് വരികയാണ്. ഫുള്ളായിട്ട് അടിപൊളി സൂപ്പർ കാഴ്ചയാണ് കുതിരയുടെ കാഴ്ച എന്ന് വെച്ചാൽ. ഗേസ് ഇത് നോക്ക് ഗേസ്, ചെളിക്കണ്ടത്തിൽ കൂടെയാണ് കുതിര എടുത്തുകൊണ്ട് പോകുന്നത്. ഭയാനകമായ കിടിലമായ സൂപ്പർ കാഴ്ചയാണ് കാണുന്നത്. ഇത് കൂടില്ല കൊച്ചിനെ കൊണ്ടൊക്കെ മീനുമ്പോൾ തോട്ട് പിടിക്കുന്ന പയ്യതാ എടുത്ത് കുതിര എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അതിഗംഭീരമാണ്. ഇതിൽ കൂടി അനുഭവം വേറെ ഇവിടെ കിട്ടില്ല. അതിനൊക്കെ കുതിര തകർക്കുകയാണ്, അങ്ങോട്ട് തള്ളി വിടുകയാണ്. അതിനകത്ത് എന്താ പറയാനുള്ളത്, കുതിര ഒരു അടിയിലെ പേരാണ്.
ചെളി കണ്ട ചെളി കൂടിയാണ് കുതിര എടുത്തുകൊണ്ട് പോകുന്നത്. വല്ലാത്തൊരു കാഴ്ചയാണ്, സൂപ്പർ കാഴ്ചയാണ്. ഇത്ര ചെളിയുണ്ട് കണ്ട, ഈ ചെളി കൂടെയാണ് താന്ന് പിടിച്ചോണ്ടും വെള്ളം കിട്ടിയിരിക്കുകയാണ്. ഇത് കേസ് വെള്ളം എന്നാ കൊണ്ടുവന്നിരിക്കുകയാണ് കേസ്. ഇതിപ്പോ ഇന്റർവ്യൂലായിരിക്കുകയാണ്. ഇനിയിപ്പോ വെള്ളം കുടിച്ചിട്ട് കുതിരക്ക് വെള്ളം അവർക്ക് ഇങ്ങനെ ഇറങ്ങി കൊടുക്കുകയാണ്. എനിക്ക് കിട്ടിയ വെള്ളം അതിഗംഭീരമായ അതിനിടയ്ക്ക് ഡയറക്റ്റ് കളിക്കുകയാണ്. ഞാനെന്താ വെള്ളം കുടിച്ചിരിക്കുകയാണ് കേസ്. ഞാൻ ഇടയ്ക്ക് പോയി എടുത്തായിരുന്നു, അത് ഞാൻ കാണിച്ചു തന്നെയായിരിക്കും. കുതിര എടുക്കാതെ രാജപുള്ള വെള്ളം കുടിക്കാണ്. ഇത് എന്താണ് അടിസ്ഥാനത്തിൽ നീ വെള്ളം കുടിക്കുന്നത്? ചുമ്മാ പറഞ്ഞ കേസ്. രാജപിള്ളേരൊക്കെ മോൻ കണ്ടതെല്ലാം അറിയാം, കളഞ്ഞിരിക്കുകയാണത്. ചെളിയില്ലണ്ണ, വല്ലാത്ത ചെളിയായിപ്പോയി. ഭയങ്കര പാടുന്നു. അങ്ങനെ കേസ് കുതിര മുന്നോട്ട് പോവുകയാണ് കേസ്. അതിഗംഭീരമായിട്ട് കുതിര താൻ മുന്നോട്ട് പോവുകയാണ്. തോളി ചുമന്നുകൊണ്ട് വരികയാണ് കേസ്. കുതിരയുടെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ് കേസ്. ഏകദേശം ആയിരിക്കുകയാണ്. ഈ ചേട്ടന്മാരാണ് കയറ് വലിക്കുന്നത്. അപ്പുറ സൈഡ് ഇപ്പുറ സൈഡ് എല്ലാവരും ഉണ്ട്, കയറ് വലിക്കുകയാണ് കേസ്. അതിഗംഭീരമായ കിടിലൻ കുതിരയാണ് കേസ്. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത അതിഗംഭീരമായ നമ്മളെ നാടിന്റെ അഭിമാനം, 5 കൊല്ലത്തെ കാത്തിരിപ്പിലുള്ള കുതിരയാണ്. പൊളിയായിരുന്നു. അങ്ങനെ ഒരു രക്ഷയില്ല. കുതിര മുന്നോട്ട് പോയി അതിനൊക്കെ പറയാണ്. എത്ര ചെളിയാണെങ്കിലും അമ്പലത്തിൽ എത്തിച്ചിരിക്കും, 100% ഉറപ്പ്. അതേപോലെ നമ്മളെ അമ്പലത്തിൽ എത്തിച്ചിരിക്കും. ചെളിയായാലും കണ്ടമായാലും എന്തിനായാലും നമ്മൾ കുതിര അമ്പലത്തിൽ എത്തിച്ചിരിക്കും. അതേപോലെ നമ്മൾ എത്തിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം അതാ ചെളി കണ്ട ഗൈസ്. എൻ്റെ പൊന്നോ, ഈ ചെളി കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പറയാൻ പറ്റുമോ? നോക്കിയാണ് കാലിൻ്റെ മുട്ട് വരെ താന്നു പോകുന്ന ചെളിയായിരുന്നു നേരത്തെ കണ്ടത്. ഇപ്പം നോക്കിയാണ് ചെളി കൂടെയൊക്കെ ചവിട്ടി. ഇവരെയൊക്കെ സമ്മതിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്തത് ആയിരവല്ലി കാവിലെ കുതിരയാണ്. നോക്കി തോളി ചുമന്നുകൊണ്ട് പോണ ആ രംഗം നോക്കിയാണ്. ഇതൊക്കെ കാണാൻ എൻ്റെ പോലെ വേറെ എവിടെയാണ് കിട്ടുന്നത് സത്യത്തിൽ. വേറെ ലെവലായിപ്പോയില്ലേ, വേറെ ലെവല്. ആ വിജോണ്ണൊക്കെ ആവേശം കൊണ്ട് വിജോണ്ണ വാവണ്ണൊക്കെ ആവേശം കൊണ്ട് തുള്ളയാണ്. അതിൻ്റെ ഞാനും പോയി കുതിര എടുത്തായത് ഗൈസ്. അത് ഇപ്പൊ വീട് ഇടാൻ പറ്റിയത് അത് ഗംഭീരം. കുതിര എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ സാഹചര്യങ്ങൾ ശരിയല്ല. പോകുന്നതുകൊണ്ട് അവര് ഭക്തന്മാരെ ദേവിയുടെ അനുഗ്രഹം കൊടുത്തുകൊണ്ട് കുതിര അവിടെ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഓക്കെ ശരി, ഓക്കെ. അങ്ങനെ കുതിര അമ്പലത്തിലോട്ട് എത്താൻ പോവുകയാണ് കേസ്. ഏകദേശം അമ്പലം ആയിരിക്കുകയാണ്. നമ്മൾ അമ്പലം എത്തിച്ചിരിക്കുകയാണ്. അമ്പലത്തിൽ ഇതാ എത്താൻ പോവുകയാണ്. അതിഗംഭീരമായ കുതിരയെടുപ്പ് ഇതാ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേസ്. അമ്പലം നമ്മൾ ചെളിയും കണ്ടോ എല്ലാം ചാടി. ആവേശം എങ്ങനെയുണ്ട്? ഓക്കെ, ഉറപ്പായിട്ടും കാണും. അടിച്ച് പൊളിക്കല്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. കുതിര കൊണ്ട് വെച്ച് അതിനുള്ള ആവേശമാണ്. ലാസ്റ്റ് കട്ടപാട് കുതിര അവിടെ നമ്മൾ കൊണ്ട് വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെ ചേർത്ത് അവസാനം കൊണ്ട് ഇതാ ഒരു കുതിര വെച്ചിട്ടുള്ളൊരു കുലുക്കമാണ് ഇതാ കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അങ്ങനെയല്ല, നമ്മൾ ഇനി അടുത്ത കൊല്ലം കാത്തിരിക്കണമല്ലോ ഈ കുതിരയ്ക്ക്.
ഗൈസ് ഇങ്ങനെ കുതിരയൊക്കെ എടുത്ത് ഡാൻസും കഴിഞ്ഞ് ആഘോഷവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.